ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മു ആൻഡ് മീ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിട്ല ടെമ്പിളിലെ ബാക്കി വിശേഷങ്ങളാണ്. അങ്ങനെ വിട്ല ടെമ്പിളൊക്കെ കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടതാണ് ഈ ഒരു കിങ്സ് ബാലൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേയ്സിലൊക്കെ രാജാവിൻ്റെ തൂക്കത്തിനുള്ള സ്വർണവും പ്രഷ്യസ് സ്റ്റോൺസും എല്ലാം തൂക്കി അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കിങ്സ് ബാലൻസ് മെയിനായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ തൂക്കിയിടാനുള്ള കൊളുത്ത് മാത്രമേ കാണുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇപ്പോൾ തൽക്കാലം അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഒരു സംഗതി തേടിയുള്ള നടപ്പിലാണ്. എന്താണെന്നറിയാമോ? ഹംപിയിൽ വന്നാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതി. അതെന്താണ് സംഗതി എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പം തൽക്കാലം ഞാനൊരു കുട്ടി സസ്പെൻസ് ഇടുകയാണ്. തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഇതാണ് വഴി, ഇതിൽ കൂടെ ആയിരിക്കും പോകേണ്ടത് എന്നൊക്കെ. പക്ഷെ എന്താണെന്നറിയാമോ, ഞാൻ ഇതിന് മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂടെ ടൂർ ഗൈഡോ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായി ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒടുക്കത്തെ വെയിലിൽ നടന്നിട്ടും ഈ സംഗതി കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ചെറിയ ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു. തുടക്കത്തിലെ ഹോപ്പ് കുറച്ചായിട്ട് അങ്ങ് താന്നിറങ്ങി പോകുന്നുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പോരാത്തതിന് നമ്മൾ പോകുന്ന വഴിക്ക് എവിടേക്കോ പല ബോർഡുകളിൽ വിരൂപാക്ഷ ടെമ്പിൾ എന്നൊക്കെ കാണുന്നുണ്ടായി. അപ്പം നമ്മൾ ആലോചിക്കുമായിരുന്നു, ദൈവമേ നമ്മളിപ്പോൾ വിട്ടലയിലല്ലേ നിൽക്കുന്നത്, പിന്നെ ഇതെന്താ വിരൂപാക്ഷ ടെമ്പിൾ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും പ്രതീക്ഷ വിടാണ്ട് നമ്മൾ വീണ്ടും മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇതുപോലത്തെ കുട്ടി സ്റ്റോണുകളിലൊക്കെ എന്താണ് ആ സ്ഥലം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ അമ്മൂസിനോട് പറയും, അമ്മു ഒന്ന് പോയി നോക്കടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇത് തന്നെയാണോ എന്നൊന്ന് നോക്കടാന്ന്. പക്ഷെ ഓരോ തവണ നോക്കുമ്പോഴും നിരാശയായിരുന്നു അതിൻ്റെ റിസൾട്ട്. എനിക്ക് തോന്നുന്നു നടന്ന് ഏകദേശം നമ്മളൊരു 1 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് നടക്കാറായി. അങ്ങനെ അവസാനം ഈ ഗോപുരവും കഴിഞ്ഞിട്ടും ദൈവമേ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നടന്നു വരുമ്പോഴാണ് നമ്മൾ ആ തേടി വന്ന കാഴ്ച നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സംഗതി, കൊറാക്കിൾ റൈഡ് അഥവാ കൊട്ടവഞ്ചിയിലെ യാത്ര. എനിക്ക് തോന്നുന്നു ഹംപിയിൽ നിങ്ങൾ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഇത്. കാരണം അത്ര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ കൊറാക്കിൾ റൈഡിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ചെറിയ പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ ആടുകളെ മേയ്ക്കാനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വരുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അത് കാരണം നടന്ന് തൊണ്ടയൊക്കെ വറ്റി വരണ്ടായിരുന്നു. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് കടകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു ചേച്ചി നടത്തുന്ന ഒരു കുട്ടി കടയാണ്. അവിടെ വെള്ളമൊന്നും കിട്ടിയില്ല. നമുക്ക് ആകെ കിട്ടിയത് ഒരു ഗ്ലാസ് ചായയാണ്. അങ്ങനെ അതും കുടിച്ച് നേരെ നമ്മൾ കൊട്ടവഞ്ചിയുടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. കാര്യം ഇത്രയൊക്കെ ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇതിലേക്ക് കയറാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞങ്ങൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് അതിൽ പോയി കയറിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആ കടയിലെ ചേച്ചി, എനിക്ക് തോന്നുന്നു കപ്പ എന്തോ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, ഈ ചേട്ടൻ പണ്ടത്തെ കാലത്ത് ഇടിച്ചുകൊണ്ടിരുന്നിരുന്ന പോലെ അങ്ങനെ ഇടിച്ച് ഒരു മുളകിൻ്റെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നല്ലതാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ കയറാം, ഇപ്പം നമുക്ക് എന്തായാലും അങ്ങനെ ഭയങ്കരമായിട്ട് വിശക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പോയി തിരിച്ചു വരുമ്പോൾ കയറാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നതിൻ്റെ വഴിയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോദണ്ഡരാമ ടെമ്പിളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ തൽക്കാലം കയറുന്നില്ല. കൊറാക്കിൾ റൈഡ് അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്തും എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളിരിക്കുന്നത്. അങ്ങനെ നേരെ പോയി അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും സെറ്റപ്പും എന്തൊക്കെയാണെന്നൊക്കെ നമ്മളൊന്ന് നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൊട്ടവഞ്ചി. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇവിടെ മെയിൻലി 2 ടൈപ്പായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ചെറുതും ഒരു വലുതും.
അപ്പോൾ അതെ അതാണ് സംഗതി. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ആ ചേട്ടനുണ്ടല്ലോ ഇതിലും സ്പീഡിലാണ് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് സ്ലോ ആയിട്ട് പറയുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ ചേട്ടൻ അത്രയെങ്കിലും സ്ലോ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഞാൻ വേണമെങ്കിൽ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം കേട്ടോ. 2 ടൈപ്പ് ഓഫ് ബോട്ട് ഉണ്ട്. ഒന്ന് ചെറുത്, അതിൽ ഏകദേശം ഒരു 8 പേർക്ക് കയറാം. വലിയ ബോട്ടിലാണെങ്കിൽ 10 to 12 ആൾക്കാർക്ക് കയറാൻ പറ്റും. പിന്നെ 2 ടൈപ്പ് ഓഫ് സർവീസും ഉണ്ട്. ഒന്ന് ഹാഫ് ആൻ അവർ സർവീസും ഉണ്ട്, ഒന്ന് 1 hour സർവീസും ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാഫ് ആൻ അവർ സർവീസ് ആണെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ലക്ഷ്മി ടെമ്പിൾ ഉണ്ട്, സൺ ടെമ്പിൾ ഉണ്ട്. ഇതൊക്കെ അവർ ജസ്റ്റ് നമുക്ക് ദൂരേന്ന് ഒന്ന് കാണിച്ചു തരും. കൊട്ടവഞ്ചിയിൽ ഒരു കറക്കം കറക്കി നമ്മളെ തിരിച്ചു കൊണ്ടുവരും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ 1 hour സർവീസ് എടുക്കുവാണെങ്കിൽ ഈ ലക്ഷ്മി ടെമ്പിളിലും സൺ ടെമ്പിളിലും ഒക്കെ നിർത്തും. അത് കൂടാണ്ട് വേറൊരു സ്ഥലവും കൂടെ നമ്മളെ കാണിച്ചു തരും. അതാണ് 1008 ശിവലിംഗങ്ങളുള്ളത്, കോട്ടി ലിംഗങ്ങൾ എന്നാണ് അവരത് പറയണത്. അവിടെയും കൂടെ കയറി നമ്മൾ അതെല്ലാം അവർ കാണിച്ചു തന്ന് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം കൊട്ടവഞ്ചിയിൽ ഒരു കറക്കം കൂടെ കറക്കി നമ്മളെ തിരിച്ചു കൊണ്ടുവരും. ഇതാണ് ഈ 2 ടൈപ്പ് ഓഫ് ഇതിൻ്റെ ഡിഫറൻസ്. പിന്നെ പേയ്മെൻറ്റ് പറയാനാണെങ്കിൽ നമ്മൾ പോയപ്പം ഹാഫ് ആൻ അവർ സർവീസിന് 500 rupees ആയിരുന്നു പെർ പേഴ്സൺ. 1 hourനാണെങ്കിൽ പെർ പേഴ്സണ് 1000 rupees ആയിരുന്നു. നമ്മൾ എന്തായാലും 1000 rupeesൻ്റെ സർവീസ് എടുക്കാനാണ് കേട്ടോ തീരുമാനിച്ചത്. അങ്ങനെ അതും എടുത്ത് നമ്മൾ ബോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊടും ചൂടത്തുണ്ടല്ലോ, ആ തണുത്ത വെള്ളത്തിൽ കൈ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകാനുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര സുഖമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നിങ്ങൾ ഹംപിയിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് മിസ് ചെയ്യരുത് കേട്ടോ ഈ ഒരു കൊറാക്കിൾ റൈഡ്. പറഞ്ഞത് എന്താണെന്നറിയാമോ? അങ്ങ് ദൂരെ നിങ്ങളിതേ ഒരു കല്ല് കാണുന്നുണ്ടോ? അത് ആ ബാലൻസ് ചെയ്തേക്കുന്ന നിൽക്കുന്നുണ്ടോ? ഒരു കുഞ്ഞി ഒരു ചെറിയ ടച്ച് മാത്രമേ ഉള്ളൂ. അതിലാണ് അത്രയും വലിയ പാറ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. मंडप है ना, उसके ऊपर भी रहेगा पानी. मंडप डूब जाता है पूरा? हाँ सर, पूरा डूब जाता है अगस्त और सितंबर में. मैडम हमारे टीबी डैम, वो शिवमोगा हरियाणा, वो उसको वो बारिश वो सब ओपन करेगा, बारिश करेगा. हाँ 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 हाँ. और ये तुंगा और भद्रा दूसरा नदी है. ये डैम के आकर 2 भी एक ही होते हैं. അപ്പം കേട്ടില്ലേ, ഓഗസ്റ്റ് സെപ്റ്റംബർ സമയങ്ങളിൽ ഇങ്ങോട്ട് അടുക്കണ്ട. അതാണ് എനിക്ക് മൊത്തത്തിൽ മനസ്സിലായത്. കാരണം വെള്ളം അത്രത്തോളം ഓവർഫ്ലോ ചെയ്യും. അവിടുത്തെ ഡാംസ് എല്ലാം തുറക്കും. തുങ്കയും ഭദ്രയും 2 നദികളാണല്ലോ, അത് രണ്ടും കൂടെ സംഗമിച്ച് ഒറ്റ നദിയാകും. പ്ലസ് ഇത് അവിടെയുള്ള മണ്ഡപങ്ങളും എല്ലാം കവേർഡ് ആവുന്ന രീതിയിൽ ഭയങ്കര ഓവർഫ്ലോ ചെയ്തിട്ടായിരിക്കും ഈ ഒരു കൊറാക്കിൾ റൈഡിൻ്റെ സ്ഥലത്ത് വെള്ളം ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം നമ്മളെ കാണാൻ കൊണ്ടുവന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് അത്ര പണ്ട് രാമൻ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നതെന്നാണ് പറയണത്. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വരണ സമയത്ത് ഒരു മണ്ഡപം പോലെ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രാമൻ ഇങ്ങനെ പണ്ടൊക്കെ ഇവിടെ പാറകൾ ഉണ്ടായിരുന്നിരിക്കണം, അതിൽ കൂടെ ഇവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്യായിരുന്നു എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആ സ്ഥലം ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് കൊട്ടവഞ്ചിയിലേക്ക് കയറുകയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്.
പാറയുടെ ഷേപ്പ് കണ്ടോ? എനിക്ക് പെട്ടെന്ന് എന്താണെന്നറിയില്ല കേട്ടോ, നമ്മുടെ മനുഷ്യന്മാരുടെ സ്കള്ള് പോലെ തോന്നിയായിരുന്നു. എന്നെപ്പോലെ തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനത് അമ്മൂനോട് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അമ്മ പറയും, ആ ശരിയമ്മ, ഞാനും നോക്കിയപ്പോൾ എനിക്കും ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടെന്ന്. അങ്ങനെ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും ബോട്ടിൽ നിന്ന് ഇറങ്ങി ആ ചേട്ടൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ നമ്മൾ ഊരി വെച്ചു. കാരണം ആ ചേട്ടൻ പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഊരി വെച്ചു നമ്മൾ. തൊട്ടപ്പുറത്ത് കാലഭൈരവൻ്റെ ഒരു കല്ലിൽ കൊത്തിയത് കണ്ടു. ഇനിയിപ്പോൾ ദേ നമ്മൾ കാണാൻ പോകുന്നത് മഹാവിഷ്ണുവിനെ കല്ലിൽ കൊത്തിയതാണ് കേട്ടോ. അതാണ് ഞാൻ അമ്മൂനിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ചേട്ടൻ മുബീന്ന് പറയും. അപ്പം അമ്മൂന് കേൾക്കണ്ടായില്ല, അപ്പം ഞാൻ അവൾക്കത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടക്കും തോറും ശിവലിംഗങ്ങൾ കാണാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഒരു 1008 ശിവലിംഗങ്ങളുണ്ട് ഇവിടെയെന്ന്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ പാറയിൽ മൊത്തമായിട്ട് അത് സ്കാറ്റേർഡായിട്ട് കിടക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ ശിവലിംഗങ്ങൾ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മഹാവിഷ്ണുവിൻ്റെ കല്ലിൽ കൊത്തിയ രൂപം. ഇത് കാണാനാണ് നമ്മൾ വന്നത്. നമ്മൾ വന്നപ്പോൾ അവിടെ കുറച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് മാറി തന്ന് നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. ഇതാണ് ഞാൻ ആ പറഞ്ഞ കോട്ടിലിംഗം അഥവാ 1008 ലിംഗങ്ങൾ. ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട് കേട്ടോ. അതായത് പണ്ട് കാലങ്ങളിൽ ഈ വാനരന്മാർ ഈ കോട്ടിലിംഗങ്ങൾ പൂജിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തുംഗഭദ്ര നദി പോയി വെള്ളം വായിലെടുത്തുകൊണ്ട് വന്ന് അത് ഈ ലിംഗത്തിൻ്റെ മുകളിൽ ഒഴിച്ച് പൂവും ഇലയും ഒക്കെ വെച്ച് പൂജിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കന്നഡയിൽ കോട്ടി എന്ന് വെച്ചാൽ മങ്കീസ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഈ ലിംഗാസിന് കോട്ടിലിംഗ എന്ന പേര് വന്നത്. അങ്ങനെ കോട്ടിലിംഗം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ നരസിംഹൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അങ്ങ് ദൂരെ കണ്ടിരുന്നതാണ് ആ അമ്പലം. പക്ഷേ അതെല്ലാം ഇപ്പോഴും ഡിസ്ട്രോയിഡ് ആയ ഒരു സ്റ്റേറ്റിലാണ് കേട്ടോ കാണാൻ പറ്റിയത്. എന്തൊക്കെയാണെങ്കിലും ഇത്ര വർഷത്തിന് ശേഷം നമ്മൾ അവിടേക്ക് ശ്രദ്ധിച്ച് സൂം ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഇപ്പോഴും ആ മതിലിലെ പെയിൻറ്റിങ്സൊക്കെ വൈബ്രൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെ കൊണ്ടുവന്ന ആ ചേട്ടൻ പറയുമായിരുന്നു ആ വെള്ളം കയറിയതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വീഡിയോസും ഒക്കെ യൂട്യൂബിൽ നിന്ന് എടുത്ത ആ ചേട്ടൻ നമുക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിത് വീണ്ടും അവിടെ നിന്ന് പയ്യെ ഇറങ്ങുകയാണ്. ചെരുപ്പൊക്കെ ഇട്ട് നടന്നപ്പം ഒട്ടും ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല ആ പാറയിൽ കൂടെ നടക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ ചെരുപ്പൊക്കെ കയ്യിലൂരിയാണ് കേട്ടോ നടന്നത്. എൻ്റെ പൊന്നെ, കാലൊക്കെ ശരിക്കും പൊള്ളിപ്പോയി. കാരണം ഈ നട്ടപ്പറ വെയിലും അതിങ്ങനെ പാറയെ ഇങ്ങനെ പൊള്ളി കിടക്കുകയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കാല് അത്യാവശ്യം നല്ലോണം പൊള്ളിയായിരുന്നു. അമ്മു ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും അവൾ ഇത്രയൊക്കെ ട്രിപ്പിന് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അവളൊരു കംപ്ലൈൻറ്റോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് സ്ഥലം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലത്തെ ട്രിപ്പ് പോകാനായിട്ട് എനിക്കൊരു പ്രചോദനമായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ദേ ഈ മേളിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം കാണാനാണ്. ഇതാണ് ലക്ഷ്മി ടെമ്പിൾ. അവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. എന്തായാലും ഞങ്ങളവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു കുഞ്ഞൊരു ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് ഇരിക്കാൻ. അപ്പോൾ കാലൊക്കെ ഒന്ന് നനയ്ക്കാൻ പറ്റുമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ല രസമായിരുന്നു ആ തണുത്ത വെള്ളത്തിൽ കാലിട്ടിരിക്കാനായിട്ട്.
അങ്ങനെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നവരൊക്കെ കയറി കൊട്ടവഞ്ചി പോയിട്ടോ. ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ വന്നവർ ഭയങ്കര സ്വീറ്റ് ആൾക്കാരായിരുന്നു. അവർ പറഞ്ഞു കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ വ്ളോഗ് എടുക്കുമല്ലേ, കുറച്ച് നേരം കൂടി ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇഷ്ടം ഉണ്ടായിരുന്നില്ല തിരിച്ച് കൊട്ടവഞ്ചി കയറാനായിട്ട്. കാലിട്ട് അവിടെ ഇരിക്കാൻ ഭയങ്കര സുഖമായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ ഇതേ കൊട്ടവഞ്ചി കയറി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും കൊട്ടവഞ്ചിയിൽ ഇരുന്നുകൊണ്ട് ആ വെള്ളത്തിൽ കൈയിടാൻ അമ്മൂന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചെയ്യാൻ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും, അവളായതുകൊണ്ടേ അവൾക്കൊരു നോട്ടമില്ല, ചിലപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് കമന്ന് കളയും. അത് കാരണം ഒന്ന് ജസ്റ്റ് നമ്മൾ നോക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് കേട്ടോ നമ്മുടെ കൊറാക്കൽ റൈഡിലെ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ആൻഡ് മച്ച് അവൈറ്റഡ് പാട്ട് വരുന്നത്. അമ്മൂനെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം. അങ്ങനെ കൊട്ടവഞ്ചിയിലെ കറക്കവും അതിമനോഹരമായ കാഴ്ചയും ആ കാറ്റും വെള്ളവും എല്ലാം കണ്ട് നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ട് തിരിച്ചതേ കരയിലേക്ക് പോവുകയാണ് കേട്ടോ. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ ഹംപി പോയാൽ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. നിങ്ങൾക്കിപ്പോൾ ഒരു 1 അവറിൻ്റെ റൈഡ് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൻ്റെ റൈഡെങ്കിലും നിങ്ങൾ പോകണം എന്നാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പിയായി. ഞങ്ങൾ അത്രയും ദൂരം നടന്ന് വന്നതിൻ്റെ വിഷമമൊക്കെ സത്യം പറഞ്ഞാൽ ഒട്ടും ഇല്ലാണ്ടായി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം സമയം ഒരു വൈകിട്ടൊരു 4-4:15 ആയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതാണ്, പിന്നെ ഒരു വക കഴിച്ചിട്ടില്ല. പക്ഷേ ആ വിശപ്പും ദാഹവും ഒന്നും നമുക്ക് വിഷയമല്ല. സ്ഥലങ്ങൾ കണ്ടാൽ മതി എന്നുള്ളൊരൊറ്റ മൂഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മൂമ്മ ഒരുപാട് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അവളും വിശക്കണു എന്ന് പറഞ്ഞ് ഈ വീട്ടിലെ വിശക്കണുമാണ് അവൾ. എപ്പോൾ കണ്ണു തുറന്നാലും പോയാലും വിശപ്പാവും. പക്ഷെ അവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു ട്രിപ്പ് പോയപ്പോൾ. എനിക്ക് തോന്നുന്നു അമ്മൂനൊരു വലിയ ചക്കര ഉമ്മ ഫോർ ദാറ്റ്. ബിക്കോസ് അവൾ അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മേ ബി ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് കരയിലോട്ട് കയറി നമ്മൾ ഒന്നും കൂടെ ആ പോയ സ്ഥലമൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ വരാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെ ഒരു കോദണ്ഡരാമ ടെമ്പിൾ ഉണ്ടെന്ന്, ഇതാണത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി. അവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ദൂരേന്ന് ജസ്റ്റ് കാണിച്ചത്. അങ്ങനെ അവിടെ കയറി തൊഴുത് നമ്മൾ തിരിച്ച് കൊറാക്കൽ റൈഡിൻ്റെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ വന്ന എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇനി തിരിച്ചു പോകുമ്പോൾ ഇല്ല കേട്ടോ. കാരണം കാണേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി തിരിച്ച് വന്ന ആ 1-1.25 കിലോമീറ്റർ തിരിച്ച് നടന്നാലാണ് നമ്മൾ വിട്ല ടെമ്പിൾ എത്തുള്ളൂ. ഇനി വിട്ല ടെമ്പിൾ എത്തിയിട്ട് കാര്യമുണ്ടോ? അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലേക്ക് ഒരു 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ദൈവമേ, ഇത്രയും നടക്കണമല്ലോ എന്ന് ആലോചിച്ച് കുറച്ചധികം വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ സാരില്ല, നമുക്ക് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. തിരിച്ചു പോയപ്പോൾ എന്നാൽ ശരി പോട്ടെ, ബഗ്ഗി സർവീസ് എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും നല്ല തിരക്കായിരുന്നു ബഗ്ഗി സർവീസിന്, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നടന്ന് ഏകദേശം നമ്മൾ വിട്ടലയുടെ അവിടെ എത്താറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതാണ് കേട്ടോ റൂയിൻഡ് ഗേറ്റ് വേ. ഇത് വന്നപ്പോൾ കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയായിരുന്നു. ഇത് ഏകദേശം നമ്മുടെ കിങ്സ് പാലൻസിൽ നിന്നൊക്കെ ഒരു 50 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ആശ്വാസമായിട്ടോ, അതേ നമ്മൾ വീട്ടിലെ എത്താറായല്ലോ എന്ന്. അങ്ങനെ വിട്ല ടെമ്പിൾ നമ്മൾ പുറമേ നിന്ന് കണ്ടു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഏകദേശം ഇനിയും നടക്കണമല്ലോ ഒരു 1 കിലോമീറ്റർ അങ്ങോട്ട്, എന്നാലാണ് നമ്മൾ വണ്ടി വെച്ചേക്കണ സ്ഥലത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ബഗ്ഗി എടുക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്യും, ദാഹിക്കണു വിശക്കണു എന്നുള്ള വികാരങ്ങളൊക്കെ ഇപ്പോൾ തോന്നി തുടങ്ങി ചെറുതായിട്ട്. വേറെ ചോയ്സ് ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നു തുടങ്ങി. നടന്ന് ഏകദേശം നമ്മൾ ആദ്യം കണ്ട കുതിരേ ഗൊമ്പെ, അതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ കുതിരേ ഗൊമ്പെ കണ്ടപ്പോൾ ഇച്ചിരി ആശ്വാസമായി. ഓ, എത്താറായി എൻട്രൻസ് എന്ന്. അങ്ങനെ
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റാണ് ആദ്യം കണ്ടത്. കണ്ട സ്ഥലത്ത് നമ്മൾ കയറി, അധികം അന്വേഷിക്കാനൊന്നും നിന്നില്ല. അവിടെ നിന്ന് പൂരിയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ അത്ര എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. കടയുടെ ഒരു പരിസരമൊക്കെ കണ്ടപ്പോൾ അത്ര നല്ലതായിരിക്കും എന്ന് വിചാരിച്ചില്ല. പക്ഷേ എങ്കിലും നല്ലതായിരുന്നു. പൂരിയും ഒരു മസാലക്കറിയായിരുന്നു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ വിട്ല ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ. ഇതോടെ നമ്മുടെ ഏകദേശം ഇന്നത്തെ ഡേ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുവരെയ്ക്കും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പൂരിയും കഴിച്ച് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞി സൺസെറ്റും കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.